അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് ഒരുപാട് പേർ എത്തുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും അയോധ്യയിൽ കൂടി സന്ദർശനം നടത്തിയിട്ടാണ് മടങ്ങുന്നത്. പ്രതിഷ്ഠാ വാർഷികവും കുംഭമേളയും കൂടിച്ചേരുമ്പോൾ അവിടെ ഇത്ര നാളും നമ്മൾ കാണാത്ത തിരക്കാണ് അയോധ്യയിൽ അനുഭവപ്പെടുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2024 ജനുവരി 23 ഇവിടെ അയോധ്യ നിവാസികൾക്കെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് സമാപനമായ ദിവസം. അന്നു മുതൽ ഇന്നുവരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് രാമക്ഷേത്രത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യ നഗരത്തിന്റെ മുഖഛായം, അയോധ്യയുടെ മുഖഛായ മാറുന്നു. ഒരു വലിയ നഗരമായി അയോധ്യ മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. UP സർക്കാരൊക്കെ നേരിട്ടാണ്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ട്, UP സർക്കാർ നേരിട്ടാണ് വികസന പ്രവർത്തനങ്ങൾക്കടക്കം മുൻകൈയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ 1ാം വാർഷികത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി ഭക്തർ ഈ രാമക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന മതപരവും സാംസ്കാരികമായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യജുർവേദ പാരായണത്തോടെയാണ് വാർഷികാഘോഷങ്ങൾ ആരംഭിച്ചത്. ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നേതൃത്വം നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്ന കാഴ്ച കൂടിയുണ്ട്. നിരവധി അനവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുകയും മറ്റും ചെയ്യുന്നത്. ഇവരൊക്കെ ഒരുപക്ഷെ ഭയ്യാജി കിധർ സേ ആയ? भाई साहब नमस्ते। हम लोग महाराष्ट्र पुणे पहले आए जी, इससे पहले भी आए हैं। प्राण प्रतिष्ठा में नहीं आ गया? नहीं, वहाँ नहीं आना हो पाया था। कैसा लग रहा है? बस सब बढ़िया। हम सभी लोग डॉक्टर्स हैं। अभी हम लोग प्रयागराज से यहाँ आए हैं। प्रयागराज में कुंभ मेला पर गया जी। कुंभ मेला में डॉक्टर की तरफ से एक नेत्र कुंभ नाम से इस साल सभी जो भी यहाँ पर यात्रीगण साधु संत आ रहे हैं उनकी निःशुल्क आंखों की जाँच और अगर जरूरत पड़ती है तो चश्मा दवाइयाँ सब वहाँ दी गई थी। तो देश भर से उन लोगों ने आह्वान किया था जो भी डॉक्टर्स आना चाहते हैं वॉलंटरीली, तो उसमें हम लोग आए थे। अच्छा, कैसे लगा? बहुत अच्छा है। महाराष्ट्र से? इंदौर मध्य प्रदेश। आप लोग अलग अलग स्टेट में? हम बाकी 5 लोग महाराष्ट्र से, दीदी इंदौर से। अच्छा। कुंभ मेला में भी है? हाँ, साथ में। कैसा लगा? बहुत अच्छा है, फोटो से ज्यादा अच्छा है। बहुत प्रसन्न लग रहा है। इतनी दूर से यहाँ पे आए, दर्शन हुआ रामलल्ला का, बहुत अच्छा लगा हमको। ധന്യവാദ്. അങ്ങനെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാ ആരതി നടന്നു. രാംലല്ലയ്ക്ക് അഭിഷേകമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന പശ്ചാത്തലമുണ്ടായി. രാംലല്ലയുടെ കൊട്ടാരം മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ദൗർഭാഗ്യം എന്ന് പറയാൻ നമുക്ക് അകത്തേക്ക് കയറാനുള്ള അവസരം, അതായത് ക്യാമറയുമായി അകത്തേക്ക് കയറാനുള്ള അവസരമില്ല. പക്ഷെ നമുക്ക് അകത്ത് കയറി തൊഴുതു മടങ്ങാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് കുറച്ചുകൂടി രാംലല്ല അർപ്പണം നടത്താനും മറ്റുമായുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. 2024 ജനുവരി നമുക്കറിയാം ക്ഷേത്രത്തിൽ 22-നാണ് പ്രതിഷ്ഠിച്ചത്. ഒരു പറഞ്ഞതുപോലെ പുതിയ യുഗം ആരംഭിച്ചു ഈ പ്രതിഷ്ഠയോടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. बहुत आदमी आता है? बहुत धन्यवाद सर। बहुत आदमी आता है? कितना कैसा है इधर का आदमी का आना? कैसा? बहुत अभी तो कुंभ मेला की वजह से बहुत लोग आ रहे हैं, बहुत राम भक्तजन आ रहे हैं। കുംഭമേള സന്ദർശിച്ച് അവിടെ നിന്ന് അയോധ്യയിൽ കൂടി പോയിട്ടാണ് അവിടെ എത്തുന്ന അധികം ആളുകളും എത്തുന്നത്. വിശദമായ റിപ്പോർട്ടാണ് രഞ്ജിത്ത് രാമേന്ദ്രനും പ്രശാന്ത് മംഗലശ്ശേരിയും നൽകിയത്.